ഹലോ, ഐ എം ഡോക്ടർ രാജേഷ് കുമാർ, ഡെന്റൽ സർജൻ ആണ്. ഗർഭകാലത്ത് പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വായിലുണ്ടാവുന്നത്, അതിന്റെ റെമഡീസ് എന്തൊക്കെയാണ്, അതാണ് പറയാൻ പോകുന്നത്. സ്ത്രീകളുടെ ഗർഭകാലം മെയിനായിട്ട് 3 ട്രൈമസ്റ്റർ ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം, സെക്കൻഡ് ട്രൈമസ്റ്റർ രണ്ടാമത്തെ 3 മാസം, തേർഡ് ട്രൈമസ്റ്റർ മൂന്നാമത്തെ 3 മാസം, അങ്ങനെയാണ്. വായിൽ മോണയിലുണ്ടാകുന്ന ഇഷ്യൂസ്, ജിഞ്ചവൈറ്റീസ്, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മെയിനായിട്ട് സെക്കൻഡ് തേർഡ് ട്രൈമസ്റ്ററിലാണ് മെയിനായിട്ട് കാണുന്നത്. പിന്നെ ഈ ഇഷ്യൂസിന്റെ മെയിൻ കാരണം ഈ സമയത്തുണ്ടാവുന്ന സ്ത്രീകളിലെ ഹോർമോണൽ വ്യതിയാനമാണ്. മെയിനായിട്ട് പ്രഗ്നൻസി ഹോർമോൺസ് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നീ ഹോർമോൺസിന്റെ അളവ് ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും. ഇനി എന്തൊക്കെയാണ് ഈ സമയത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്ന് നോക്കാം. പ്രധാനമായും മോണയിൽ പ്രഗ്നൻസി ജിഞ്ചവൈറ്റീസ്, മോണയിലെ നീരുവീഴ്ച, ജിഞ്ചവൈറ്റീസ് ആണ് മെയിനായിട്ട് കാണുന്നത്. ഇത് പ്രോഗ്രസ് ചെയ്ത് പിന്നെ പെരിഡോണ്ടൈറ്റിസ്, മോണ വീക്കം, മോണ പഴുപ്പായി മാറുകയും അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും പല്ലുകൾ ലൂസ് ആവുകയും ഇളകിപ്പോവുകയും ചെയ്യും. മെയിനായിട്ട് ഈ സമയത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ സമയത്താണ് പ്രധാനമായിട്ടും ഈ ജിഞ്ചവൈറ്റിസ് കൂടുതൽ കാണുന്നത്. ഈ സമയത്തുണ്ടാവുന്ന പ്രഗ്നൻസി ഹോർമോൺസിന്റെ അളവ് വളരെ കൂടുതലാവുന്നതാണ് ഇതിന് കാരണം. നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് മോണയിലെ ദശയുടെ വളർച്ചയാണ്. ഒരു ട്യൂമർ പോലെ, ശരിക്കും ഇത് ട്യൂമറോ ക്യാൻസറോ ഒന്നുമല്ല. ഇതിനെ പ്രഗ്നൻസി ട്യൂമർ പാജനിക് ഗ്രാനുലോമ എന്ന് പറയും. മോണയുടെ അമിതമായിട്ടുള്ള വളർച്ചയാണ് ഈ ഇഷ്യൂ. ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരും, സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഈ ഭാഗത്തു നിന്ന് ബ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. പിന്നെ ഗർഭകാലത്ത് വായിലെ ഉമിനീരിന്റെ അളവ് വളരെ കുറവായിരിക്കും. സീറോസ്റ്റോമിയ, ഡ്രൈ മൗത്ത് പറയും. ആ സമയത്ത് വായുനാറ്റം, ഹാളിറ്റോസിസ് കോമൺ ആയിട്ട് സ്ത്രീകളിൽ കാണുന്നതാണ്. അതുപോലെ ഉമിനീരിന്റെ അളവ് കുറയുന്നതുകൊണ്ട് വായിൽ പുതിയ കേടുകൾ, ഡീക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഗർഭകാലത്ത് സ്ത്രീകളിൽ രാവിലെ ഉണ്ടാകുന്ന വോമിറ്റിംഗ്, മോർണിംഗ് സിക്നസ്, വോമിറ്റിംഗ്, ഛർദി, ഇതുവഴി ആസിഡ് വോമിറ്റ് ചെയ്യുകയും അതുവഴി പല്ലിന്റെ ഇനാമലിന് തേയ്മാനം സംഭവിക്കുകയും ഇനാമൽ ഇറോഷൻ, സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഈ സമയത്ത് എങ്ങനെയാണ് സ്ത്രീകളിൽ ഓറൽ കെയർ ചെയ്യേണ്ടത്? പ്രധാനമായും പ്രോപ്പർ ഓറൽ ഹൈജീൻ മെഷേഴ്സ് ചെയ്യുക, ദന്താരോഗ്യം സൂക്ഷിക്കുക, 2 നേരം ബ്രഷ് ചെയ്യുക, മൗത്ത് വാഷ് യൂസ് ചെയ്യുക, ഡെന്റൽ ഫ്ലോസിംഗ് ചെയ്യുക. പിന്നെ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്ററിൽ ഡെന്റിസ്റ്റ് വിസിറ്റ് നിർബന്ധമാക്കുക. ഈ സമയത്ത് നല്ലൊരു ക്ലീനിങ്, ഡെന്റൽ സ്കെയിലിംഗ്, പ്രൊഫലാക്സിസ് ചെയ്യുക. ചെറിയ കേടുകളുണ്ടെങ്കിൽ അടയ്ക്കുക, പല്ലിന്റെ കേട് ഡീക്കെ അടയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി പ്രഗ്നൻസി ട്യൂമർ, പാജനിക് ഗ്രാനുലോമ ഒരുപാട് വലുതാണ്. അത് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഡെന്റിസ്റ്റിന് അടുത്ത് പോയി അത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ മോർണിംഗ് സിക്നസ്, വോമിറ്റിംഗ് ഉള്ളവർ അസിഡിക് ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക.